ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയുടെ ടാഗ്ലൈനാണ് സിമ്പിൾ ആൻഡ് മൈൻഡ് ബ്ലോയിങ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാങ്കാവ് ട്രാഫിക് ബ്ലോക്കേഷനെ കുറിച്ച്. ആ സമയത്ത് ഞാൻ ഒന്നോട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ റോഡുകളിലുള്ള ക്യാമറകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ പോക്കറ്റ് റോഡുകൾ മുതൽ വലിയ വലിയ റോഡുകൾ മുതൽ അതുപോലെ ഹൈവേസിലൊക്കെ ക്യാമറകളുണ്ട്. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ജനങ്ങൾ തെറ്റ് ചെയ്താൽ അതിനെ വളരെ ചെറിയ രീതിയിൽ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ലത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തെറ്റ് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളത് തെറ്റ് ചെയ്യാൻ തുടക്കം മുതൽ അത് നമുക്ക് പേടിയുണ്ടാവും. ഇനി ഇത് ചെയ്താൽ വീണ്ടും ഫൈൻ വരും, നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതുള്ള ഇതുണ്ടാവും. ആ പേടി നമ്മളെ ജനങ്ങൾക്കുണ്ട്. അതേപോലെ പേടിയില്ലാത്ത ഒരു ആളുകളാണ് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് എംപ്ലോയീസ്. ഞാൻ എല്ലാവരും പറയില്ല, സംബന്ധിച്ച് എനിക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഓവർ സ്പീഡ് പോയൊരു കാറോ ലോറിയോ ബൈക്കോ എന്തായിക്കോട്ടെ, അത് എന്തെങ്കിലും ഒരു വലിയൊരു അപകടം, നമ്മളെ നാട്ടിൽ വലിയ അപകടം പറ്റുന്നത് മീഡിയാസിന് ഇവരത് ഷെയർ ചെയ്യും. നമ്മൾ ടി വി ചാനലിലൂടെ നമ്മൾ കാണാറുണ്ട്, വാർത്ത ന്യൂസ് ചാനലിലൂടെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിയാം, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈക്കൂലി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പലതും നമ്മൾ കാണാറുണ്ട്, പല ഗവൺമെൻറ് എംപ്ലോയീസിനും കാണാറുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്യാമറകൾ ഇപ്പോൾ നമ്മളെ റോഡുകളിൽ സ്ഥാപിക്കുന്ന ക്യാമറകളുണ്ടല്ലോ, റോഡുകളിലും പോക്കറ്റ് റോഡുകളും ഹൈവേകളിൽ സ്ഥാപിക്കുന്ന ക്യാമറ നമുക്ക് വേണ്ടി പെറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓക്കെ, അത് സ്ഥാപിക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ നെഞ്ചത്തേക്കല്ല, ഇവിടെയുള്ള സർക്കാർ ഓഫീസുകളിലാണ്. മസ്റ്റായിട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും ക്യാമറകൾ വേണം. അതായത് 24/7 എന്ന് പറഞ്ഞ പോലെ, അതായത് അത് കറക്റ്റ് അത് വാച്ച് ചെയ്തിട്ട് അതിന് നല്ല മാന്യമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. അവരിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അവർ ശിക്ഷിക്കണം. അതായത് ഇപ്പോൾ അവരിപ്പം കൃത്യസമയത്ത് ജോലിക്ക് വരുന്നുണ്ടോ, കൃത്യസമയത്ത് ജോലി ചെയ്തവർ പോകുന്നുണ്ടോ, അതുപോലെ അവരുടെ അടുത്ത് വരുന്ന ഓരോ പരാതികളായി ഓരോ ആവശ്യങ്ങൾക്കായി വരുന്ന സാധാരണ ജനങ്ങൾക്ക് അവർ നല്ല മാന്യമായ രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടോ, അവരുടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ അവർ നിറവേറ്റി തരുന്നുള്ള ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നിറവേറ്റി തരുന്നുണ്ടോ, അവർ വേറെ എന്തെങ്കിലും കൈക്കൂലി പലപ്പോഴത്തേക്കും ആവശ്യപ്പെടുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈ ക്യാമറകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മാന്യമായിട്ട് അവർ ശിക്ഷിക്കണം. അത് നമ്മൾ ഗവൺമെൻറ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സംബന്ധിച്ച് ഞാനിതിപ്പോൾ എൻ്റെ ഒരു പരാതിയായിട്ടൊന്നല്ല പറയുന്നത്. സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പലരും ഇപ്പോൾ എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ഇപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, പുറത്തൊക്കെ പോയിട്ട് പല ആളുകളും അങ്ങോട്ട് പറയാറുണ്ട്, ഇങ്ങനെ ഈ ക്യാമറകളെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ബീച്ചുകളിലും പാർക്കുകളിലും മണ്ണൊക്കെ ഇപ്പോൾ നമ്മൾ പല ആളുകളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ സമയത്ത് പല ആളുകളും പറയാറുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് പല അഭിപ്രായങ്ങളാണ്. ഇതുപോലുള്ള ഇത് നമ്മളെ നെഞ്ചത്തേക്ക് മാത്രമാണ് വരുന്നത്, കുതിര കയറുന്നത്, വേറെ ആരും തെറ്റ് ചെയ്ത പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ. അതൊക്കെ പിന്നെ എന്തെങ്കിലും വലിയ ആളുകൾ തെറ്റ് ചെയ്താൽ അത് മായ്ച്ചാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ റോഡുകൾ നമ്മളിപ്പോൾ സ്പീഡിൽ പോകുമ്പോൾ അവർ കറക്റ്റ് അവർ ഫോട്ടോ എടുത്തിട്ട് നമുക്കത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യും. പിന്നെ ഒരു കാർഡ് അയക്കും, നമ്മൾ പെറ്റി അടിച്ചിട്ടില്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് അടിച്ചിട്ടില്ലെങ്കിൽ ഇത്ര ഫൈൻ വരും, നിങ്ങളത് ഇതിൽ വരുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതിന് ട്രാഫിക് പോലീസിനൊക്കെ നമുക്ക് മെസ്സേജ് തരും. ഇതുപോലെ തന്നെ ഇവർക്കും ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇതുപോലുള്ള ശിക്ഷകൾ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഫൈന് മാത്രമല്ല, അവർ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം. അത് നിങ്ങൾ സർക്കാർ ചെയ്യണം എന്നുള്ളൊരു പിന്നെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴത്ത് കമൻ്റായിട്ട് പല ആളുകളും പലതും വരും. ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാവരും കുറിച്ചല്ല, ചില ആളുകൾ ചില വ്യക്തികൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും പറയും, ഇപ്പോൾ എന്താ പറയുക, 100 പേരിലൊരു 10 ആൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ബാക്കിയുള്ള 100 പേര് ഇപ്പോൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു 10 പേര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള 100 പേരും ഇതിൽ ഇതാണെന്നാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുക. അപ്പോൾ അതുപോലുള്ളതാണ്. ഞാൻ അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, കുറച്ച് പേര് കുറിച്ചാണ് മാത്രം പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പല ന്യൂസ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഈ പല സർക്കാർ ഓഫീസുകളിലും പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പല ആളുകളും പെരുമാറുന്നത്. അപ്പോൾ അതിൻ്റെ പക്ഷേ ഈ ഓഫീസർ ഇപ്പോൾ എന്തെങ്കിലും ചീത്ത പറയുന്നത് ഇതൊക്കെ അതിൽ വളരെ ചെറിയ ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് അവിടെ ക്യാമറ സ്ഥാപിച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോരോ 1, 2, 3 ക്യാമറ ഒക്കെ സ്ഥാപിച്ച് എൻ്റെ കറക്റ്റ് അറിയാൻ പറ്റും ഏതൊക്കെ സ്റ്റാഫ് ഏതൊക്കെ സമയത്ത് വരുന്നുണ്ട്, അവർ കൃത്യമായിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഡെയിലി പഞ്ച് ചെയ്തിട്ട് അവർ രാവിലെ പഞ്ച് ചെയ്തിട്ട് അവർ പിന്നെ അന്നത്തെ ദിവസം വരാതിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഇതിലൂടെ അറിയാൻ പറ്റും, ക്യാമറയിലൂടെ അറിയാൻ പറ്റും. പലരും പറയാറുണ്ട് അവരോട് ഡെയിലി വന്നിട്ടുണ്ട് പറയും, പക്ഷേ സത്യത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടല്ല, അവർ പഞ്ച് ചെയ്ത് പോകും. പിന്നെ എല്ലാവർക്കും പറയാം, ഇപ്പോൾ യൂണിയൻ ഉണ്ട്, ഇപ്പോൾ എല്ലാ സംഘടനകൾക്കും യൂണിയനാണ്. അപ്പോൾ ഈ യൂണിയൻ സത്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലത് തന്നെയാണ്. ഇപ്പോൾ പല
ആൾക്ക് പലതും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ചില കാര്യത്തിന് ഇപ്പോൾ ഇങ്ങനത്തെ സർക്കാർ ഓഫീസിൽ ഈ യൂണിയനൊക്കെ ഉണ്ടല്ലോ, ചിലതൊക്കെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ചില യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അറിവല്ല, ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടാണ് അറിവാണ്, അത്രയാണ് പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ പലരും പറയാറുണ്ട്, ചിലത് അവർ എന്താ കട്ട് ശിക്ഷ കൊടുക്കാറുണ്ട് ചില യൂണിയനൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇവർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പറയാം എല്ലാവർക്കും പറയാം, ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും മറ്റുള്ള ഏത് ഓഫീസുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലായിടത്തും ക്യാമറകൾ വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. വെച്ചാൽ കേരളത്തിൽ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഞാൻ പറയുന്നത്, കേരളം മൊത്തം ഇന്ത്യയിലല്ല, എൻ്റെ അടുത്ത് എല്ലായിടത്തും വേണം. സംബന്ധിച്ചാൽ ഇത് എന്താ പറയുക, ഇത് നമ്മൾ ജനങ്ങളുടെ നികുതി കൊണ്ടാണല്ലോ നമുക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കാണാനുള്ള അവകാശമുണ്ട്, നല്ല അധികാരമുണ്ട് നമുക്ക്. ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കത് കറക്റ്റായിട്ടത് എല്ലാവരുടെ മുമ്പിലും പബ്ലിഷ് ചെയ്യാമെങ്കിൽ ഇതും നമുക്ക് ജനങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം അല്ല 2-3 വർഷം മുമ്പാണ് ക്യാമറകൾ മൊത്തം സ്ഥാപിച്ചത് കേരളത്തിൽ. വലിയത്ര ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് 24/7 ഇത് വാച്ച് ചെയ്യാൻ വേണ്ടി ഇതിൽ ആളുകൾ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ സൈബർ ടീം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈബർ ടീമും ഇരുന്ന് ഇതുപോലെ തന്നെ ഈ സർക്കാർ ഓഫീസുകളിൽ ഇരുന്ന് ഓരോരോ കേരളത്തിൽ ഓരോ ഓഫീസുകൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതുപോലെ അറിഞ്ഞിട്ട് ഇതിനെതിരെ വീഡിയോ കൊടുക്കണം. അപ്പോൾ കുറച്ച് പേടിയുണ്ടാവുള്ളൂ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും. ഇത് പലർക്കും തോന്നിയ പോലെയാണ് മിക്ക ആൾക്കാരും ഞാൻ പറഞ്ഞ കേട്ടാണ്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ അനുഭവം ഞാനും മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ ക്യാമറ വരുന്നതിന് കുറച്ച് മുമ്പ് പലർക്കും അറിയാം. ചില ആളുകൾ വരുമ്പോൾ തന്നെ, ചില ഓഫീസിൽ വരുമ്പോൾ തന്നെ അവർ ഭയങ്കര മുഖം കറുപ്പിച്ചങ്ങനെ വരാം. രാവിലെ ഓഫീസ് വരുമ്പോൾ തന്നെ അവർ വേറെ എന്തെങ്കിലും ദേഷ്യം വെച്ചിട്ടൊക്കെ അവർ കയറി. എന്നിട്ട് ബാക്കിയുള്ള സാധാരണ ജനങ്ങളുടെ അടുത്ത് കയറി വരുന്ന വ്യക്തികളുണ്ട്. ചിലർ വളരെ ചിരിച്ചുകൊണ്ട് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ 2 തരത്തിലും, ഇപ്പോൾ നമ്മൾ ഒരു നാണയത്തിന് 2 വശങ്ങൾ, അതുപോലെ തന്നെയാണിത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആളുകളെ കുറിച്ച് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഇത് പറഞ്ഞത്. വെച്ചാൽ എല്ലാവർക്കും ഞാനിപ്പം പറഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒപ്പീനിയനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എൻ്റെ വീഡിയോയുടെ താഴത്തൊരു ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് രേഖപ്പെടുത്താം. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇത് ഞാനിപ്പം ചില ആളുകൾ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായി ഉണ്ടായിരുന്നു. എനിക്ക് ആരോടും ഒരു വ്യക്തിപരമായില്ല. ഞാൻ എൻ്റെ ഒരു നമ്മളെല്ലാവർക്കും പറയാം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സംഭവം. അത് എന്താ പറയുക, നമ്മൾ ജനങ്ങൾക്കും ഉണ്ട്. അതുപോലെ എല്ലാവരും പറഞ്ഞു വെച്ചാൽ മന്ത്രിമാർക്കും ഈ ജനപ്രതിനിധികൾക്കാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ളതാണ്. അതൊക്കെ തെറ്റാണത്. ജനങ്ങളുടെ അവതാരം കൊണ്ടാണ് ഇവരെയും മറ്റേ ഓരോ MLA-മാരും മന്ത്രിമാരും മറ്റുള്ള ഇതിലൊക്കെ ഇവർ പോസ്റ്റിൽ എത്തിയത്. ഒരിക്കലും ഇവർ മണത്ത് പൊട്ടി കളിച്ച് പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 5 വർഷം കൂടുമ്പോൾ നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അവർ വരുന്നത്. അവർ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ നല്ല പഠിച്ചിട്ട് നല്ലോണം ഇതൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. ഓക്കെ, പക്ഷെ അവരൊരു കമ്മിറ്റ്മെൻറ്റ് അവർ കാണിക്കുന്നില്ല. ചില ആളുകൾ കാണിക്കുന്നില്ല, ചില ആളുകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പല റീസൺ ഉണ്ട്. ആ റീസണെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.